ഗേൾസ്, അങ്ങനെ പുതിയൊരു ഇയർ സ്റ്റാർട്ടായില്ലേ, 2026. എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇത്ര ദിവസം ഇത്ര ചാപ്റ്റർ പഠിക്കണം, ഇതൊക്കെ പഠിക്കണം, എനിക്ക് ഇത്ര മാർക്ക് വാങ്ങണം, അത്ര മാർക്ക് വാങ്ങണം, എന്നും ഞാൻ റീഡ് ചെയ്യും, ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യും, മാത്സ് കുറച്ചുകൂടി പഠിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 2025 തുടങ്ങുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ അല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു? അതിൽ എത്രത്തോളം നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റി? 100% എത്ര ശതമാനമാണ് നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റി ഈ ഒരു 2025 എന്ന് പറഞ്ഞ കഴിഞ്ഞ ഇയറിൽ? നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ വർഷങ്ങളും പുതിയ പുതിയ വർഷങ്ങൾ വരും. ഓരോ വർഷവും ജാനുവരി 1 നമ്മൾ വിചാരിക്കും, ഇന്ന് ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും, ഇന്ന് മുതൽ ഞാൻ ഓരോ മണിക്കൂർ ഞാൻ പഠിക്കാൻ മാറ്റി വെക്കും, ഞാൻ ഓരോ ചാപ്റ്റർ ഇത്ര പ്രാവശ്യം റിവൈസ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ മിക്കതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാറില്ല. ഒരു മാസം നിങ്ങൾ ചെയ്യും, പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ സിലബസ് ട്രാക്കർ. നിങ്ങൾ കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും സിലബസ് ട്രാക്കറിനെ കുറിച്ചിട്ട്. എടാ, ഇതെന്ന് പറയുന്നത്, ഈ സിലബസ് ട്രാക്കർ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങുമൊന്നും ചെയ്യണ്ട. ഈ ഒരു സിലബസ് ട്രാക്കർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലെത്തും. എങ്ങനെയാണെന്നല്ലേ? നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഇപ്പോൾ സംശയം ഉണ്ടാവും. എന്താണ് ഈ സിലബസ് ട്രാക്കർ ആൻഡ് എങ്ങനെയാണ് എൻ്റെ വീട്ടിലെത്താൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ എന്താണ് സിലബസ് ട്രാക്കർ എന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുകയാണ്. ഇതിലെല്ലാ വിഷയങ്ങളും ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ, ഹിന്ദി, സെക്കൻഡ് ലാംഗ്വേജ്, മാത്സ്, ഇംഗ്ലീഷ്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ സബ്ജക്ട്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും, നമ്മളുടെ ഫിസിക്സ് ആണെങ്കിൽ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. എല്ലാ സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്, ടോപ്പിക്സ് ആൻഡ് റിമാർക്ക്. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് റിവിഷൻ ഉണ്ട് ആൻഡ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ്. ഇങ്ങനെയാണ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കോളംസ് ഉള്ളത്. അതായത് ഇനി മുതൽ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് തീരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ടിക്ക് ചെയ്യുക. ഒരു പ്രാവശ്യം റിവിഷൻ കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം റിവിഷൻ കഴിയുമ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 6 പ്രാവശ്യം റിവൈസ് ചെയ്യാനുള്ള കോളുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുന്ന സമയത്തും ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ടോപ്പിക്സ് ആൻഡ് റിമാർക്ക് എന്ന് പറയുന്ന ഭാഗത്തില്ലേ, ആ ഭാഗത്ത് നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇപ്പൊ മാത്സ് എടുക്കുകയാണെങ്കിൽ, എനിക്ക് മാത്സ് ആണല്ലോ അറിയാം, മാത്സ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് പഠിക്കുകയാണ്. ഈക്വൽ ട്രയാങ്കിൾസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തു. ആ റിവൈസ് ചെയ്ത സമയത്താണ് നമുക്ക് മനസ്സിലായത് ഐസോസ്ലെസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമുക്ക് കുറച്ച് ടഫാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്സ് ആൻഡ് റിമാർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഐസോസ്ലെസ് ട്രയാങ്കിൾ അത് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭാഗം ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഭാഗമാണ് എനിക്ക് ടഫായിട്ടുള്ളതെന്ന്. അതുപോലെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ്, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയെന്നും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഓരോ ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു 8ാം ക്ലാസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ പഠിക്കുന്ന കറക്റ്റ് ഏരിയയിൽ നല്ല ഭംഗിയിൽ ഇത് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഓരോ പ്രാവശ്യം പഠിക്കാനിരിക്കുമ്പോൾ നോക്കുക, ഈ ചാപ്റ്റർ ഒരു പ്രാവശ്യം ഞാൻ റിവൈസ് ചെയ്തിട്ടുള്ളൂ, ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്യേണ്ടതുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ടോപ്പിക്സ് ആൻഡ് റിമാർക്കിൽ നോക്കിയാൽ എനിക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാകാത്ത ഭാഗം ഇതാണല്ലോ. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റിൽ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ചാപ്റ്റർ ഒക്കെ 3 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്റർ ഒറ്റ പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇത് പഠിക്കാം. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളം ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു, നിങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്തു, നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ട് ഫുൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിലബസ് ട്രാക്കർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരിക്കലും എന്തായില്ല, പാഴായി പോകാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ 8ാം ക്ലാസ് നമ്മൾ തൂത്തുവാരിയിരിക്കും. ഓക്കെ, സോ ഈ ഒരു സിലബസ് ട്രാക്കർ കിട്ടാൻ വേണ്ടി എൻ്റെ മക്കൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് സിലബസ് ട്രാക്കർ ഫോം എന്ന് പറഞ്ഞൊരു ഫോം കാണാൻ കഴിയും. നമ്മൾ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് ഈ ഒരു സിലബസ് ട്രാക്കർ എത്തിയിരിക്കും. സോ നമുക്ക് ഈ ഒരു ഇയർ അടിപൊളിയാക്കാം. 8ാം ക്ലാസ് നമ്മൾ പൊളിച്ചടക്കും.